നമസ്കാരം. എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഈ വിഷയത്തിലെ UDF സർക്കാരിന്റെ നയവും തീരുമാനവും നടപടികളും ഈ വിഷയത്തിലെ നിജസ്ഥിതിയും എല്ലാം പറയുന്നതിന് മുൻപ് CPMന്റെ ഈ വിഷയത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി മലയടന്തുരുത്തിൽ നടത്തിവരുന്ന പാരിയത്തുകാവിന്റെ രക്ഷകൻ എന്ന പൊറാട്ട് നാടകത്തിലെ പ്രധാന അഭിനേതാക്കളായിട്ടുള്ള മുൻ MLAയും CPMന്റെ ജില്ലാ പ്രാദേശിക നേതൃത്വവും നിരന്തരമായി ചോദിച്ചു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നോ ഈ പുതിയ സർക്കാരിന്റെ ദളിതരോടുള്ള സമീപനം എന്നായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേറി ഒരു ദിവസത്തിനകം ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരെ പോലീസിനെ ഉപയോഗിച്ച് വ്യാപകമായി ആക്രമിക്കുന്നു എന്ന് സംസ്ഥാന വ്യാപകമായി പ്രചാരണവും നടത്തി. പാരിയത്തുകാവിൽ നടന്ന കുടിയൊഴിപ്പിക്കൽ സർക്കാരിന്റെ തീരുമാനമല്ല. അവിടുത്തെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ജനതയും ഒരു സ്വകാര്യ വ്യക്തിയുമായി 40-45 വർഷമായി നടക്കുന്ന കേസിൽ ആ ജനതയ്ക്കെതിരായിട്ട് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരികയും ആ വിധി നടപ്പിലാക്കുവാൻ കോടതി അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുകയും ആ അഭിഭാഷക കമ്മീഷനാണ് പോലീസിന്റെ സഹായത്തോടെ പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ഈ പ്രശ്നത്തിന്റെ ഒരു ഘട്ടത്തിലും സർക്കാർ ഭാഗമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, അധികാരത്തിലേറി 2 ദിവസം തികയുന്നതിന് മുമ്പ് നടന്ന ഈ പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു പോലീസ് നടപടി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആ പോലീസ് നടപടി നിർത്തിവെക്കുവാൻ ഈ സർക്കാർ ഉത്തരവിടുകയും ആ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു. എന്നാൽ ഈ കുടിയൊഴിപ്പിക്കൽ സർക്കാർ തീരുമാനമാണെന്നും സർക്കാർ ദളിതരെ ആക്രമിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തുവാനാണ് CPIM ശ്രമിക്കുന്നത്. ഞങ്ങൾ 3 വർഷമായി 14 പ്രാവശ്യം അഭിഭാഷക കമ്മീഷനെ തടഞ്ഞു. എന്താ കാര്യം? സുപ്രീം കോടതിയിലെ അന്തിമ വിധി ഏത് വിധേനയും നടപ്പിലാക്കേണ്ടി വരുമെന്നിരിക്കെ ചുമ്മാ അഭിഭാഷക കമ്മീഷനെ തടഞ്ഞത് കൊണ്ട് മാത്രം വിധി മാറില്ലെന്ന് ഹൈക്കോടതിയിലെ പ്രാക്ടീസിംഗ് ലോയർ കൂടിയായിട്ടുള്ള മുൻ MLAക്ക് അറിയാമായിരുന്നിട്ടും അഭിഭാഷക കമ്മീഷന്റെയും ചാനലുകാരുടെയും നാട്ടുകാരുടെയും മുന്നില് 6ാം തമ്പുരാൻ കളിച്ച ആളായതല്ലാതെ ശാശ്വത പരിഹാരത്തിന് ഒരു നടപടി ഈ MLA എടുത്തു. മൂന്നാമത്തെ വാദം, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുവാനും ഉടമസ്ഥത പരിശോധിക്കുവാനും ആധാരത്തിന്റെ പകർപ്പ് കിട്ടിയില്ല പോലും. അദ്ദേഹം ഒരുപക്ഷെ റേഷൻ കടയിലോ മാവേലി സ്റ്റോറിലോ ആയിരിക്കും അന്വേഷിച്ചത്. സബ് രജിസ്ട്രാർ ഓഫീസിൽ ചോദിച്ചാൽ ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി ആർക്കും കിട്ടുമെന്ന വിവരം അഭിഭാഷകനായ MLA ഇനി എന്നാണ് പഠിക്കുന്നത്? അപ്പൊ അതും തട്ടിപ്പാണെന്ന് മനസ്സിലായി. വാദം 4, ഞാൻ നൽകിയ പരാതിയിൽ തഹസിൽദാറും കളക്ടറും ഉത്സാഹം കാണിച്ചില്ല. പ്രസ്തുത കാലത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ അവാമി ലീഗ് ആയിരുന്നല്ലോ, വെറുതെ മനുഷ്യനെ കൊണ്ട് പരിഹസിപ്പിക്കാനായിട്ട്. ഇരട്ടച്ചങ്കൻ സർവ്വപ്രതാപിയായി നാടുവാണിരുന്ന കാലഘട്ടത്തില് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു നടപടി എടുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ കഴിവേടായിരിക്കും? ഞാൻ പറയുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ മുൻ MLA ഉന്നതിയിലെ ജനങ്ങളുടെ ജീവിതം 14 തവണയും ചാനലുകളിൽ കത്തിച്ചു നിർത്തി സ്വയം രക്ഷകനായി അവതരിപ്പിച്ച് ഇമേജ് വർദ്ധിപ്പിക്കുവാനും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയിട്ട് പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത്. മീഡിയ കവറേജിന് വേണ്ടി ഈ വിഷയം കത്തിച്ചു നിർത്താതെ സർക്കാരിനെ കൊണ്ട് വ്യക്തമായ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ആ ജനങ്ങൾക്ക് ഇന്നീ അവസ്ഥ വരില്ലായിരുന്നു. സൂചി കൊണ്ട് എടുക്കേണ്ടിരുന്ന ഈ വിഷയം JCB കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ക്രെഡിറ്റ് ഇന്ന് അവിടെ പന്തല് കെട്ടി കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ ഇടതുപക്ഷക്കാർക്കും കൂടി അവകാശപ്പെട്ടതാണ്. 5 വർഷം മന്ത്രിയായിരുന്നപ്പോ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന വ്യവസായ മന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചിട്ട് സർക്കാർ പുനരധിവാസം നടത്തണമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 2022 വിധി വന്നിട്ട് 4 വർഷം എടുത്തിട്ടും 14 തവണ അഭിഭാഷക കമ്മീഷനെ തടഞ്ഞിട്ടും P. രാജീവിന് ഈ ബുദ്ധി തോന്നിയില്ല. ഇനി CPIMന്റെ ഏറ്റവും വലിയ ചോദ്യം, 14 തവണ വന്ന് സമാധാനപരമായി പിരിഞ്ഞുപോയ പോലീസ് ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന്റെ പിറ്റേ ദിവസം വന്ന് കടുത്ത നടപടികളിലേക്ക് പോയതെന്തിന്? ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. 14 തവണയും ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതെ തിരികെ പോരേണ്ടി വന്നപ്പോൾ കോടതി കർശന നിലപാടെടുക്കുകയും നെസസറി ഫോഴ്സിനെ ആവശ്യപ്പെടുകയും ചെയ്തു. കൂടുതൽ പോലീസിനെ കണ്ട് ഭയന്നുപോയ പാരിയത്തുകാവിലെ ജനങ്ങളിൽ കുറച്ചുപേർ ദേഹത്ത് ഡീസൽ ഒഴിക്കുകയും ആളപായം ഉണ്ടാകാതിരിക്കുവാനായിട്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തതോടെയാണ് രംഗം വഷളാവുന്നത്. അല്ലാതെ തലേ ദിവസം അധികാരത്തിലേറിയ സർക്കാർ നാട്ടിൽ എവിടെയെങ്കിലും ദളിത് കോളനികൾ കുടിയൊഴിപ്പിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഉത്തരവിറക്കിയതിന്റെ ഭാഗമായിട്ട് നടന്ന നടപടികളല്ല ഇതെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കും. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റിന്റെ നയവും നിലപാടും എടുത്ത നടപടികളും പറയാം. ഇന്നലെ രാത്രി സ്ഥലം MLA ശ്രീ VP സജീന്ദ്രൻ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ റോജി M. ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ കോടതി വിധി നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ഏത് സാഹചര്യമായാലും ആ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും അതുവരെ പോലീസ് നടപടികൾ നിർത്തിവെക്കുവാനും തീരുമാനമായി. കൂടാതെ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ കോടതിയുടെ സമയം നീട്ടി നൽകുവാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും പ്രാഥമികമായി എടുക്കേണ്ടിരുന്ന ഈ നടപടി എടുക്കുവാൻ CPIMന് 4 വർഷം കൊണ്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. 102 സീറ്റിന്റെ പടുകൂറ്റൻ തോൽവി മറികടക്കുവാനായിട്ട് ഈ സർക്കാരിന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന
CPIM-ന്റെ തീരുമാനം പത്രങ്ങളിൽ നമ്മൾ എല്ലാവരും വായിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ ആദ്യമായി ഏറ്റെടുത്തൊരു വിഷയമാണിത്. ഈ വിഷയം വൈകാരികമായി കത്തിച്ചു നിർത്താൻ ആവശ്യമായ ചേരുവകൾ പാർട്ടിക്കാരും സോഷ്യൽ മീഡിയയിലെ എല്ലാ കവലകളിലും എഴുതി നിറയ്ക്കാൻ മഷി നിറച്ച പേനയുമായി വാഴ്ത്തുപാട്ട് സംഘങ്ങളും ഇറങ്ങിക്കഴിഞ്ഞു. എന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ടേ ഇവിടെ ഒരാളെ കുടിയിറക്കുമെന്ന ലോക്കൽ സെക്രട്ടറിയുടെ വെല്ലുവിളി കഥകളും, നിങ്ങൾ തോൽപ്പിച്ചവരെ നിങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്നുള്ളൂ എന്ന കണ്ണീരണിയിപ്പിക്കുന്ന കഥകളും തുടങ്ങി കാലഹരണപ്പെട്ട് തുരുമ്പെടുത്തു പോയ ഈ പഴയ തന്ത്രങ്ങളും വെച്ച് നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. തന്ത്രമായാലും കുതന്ത്രമായാലും കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാലല്ലേ മുന്നേറാൻ കഴിയൂ. ആരോട് പറയാൻ?